നമസ്കാരം. ബീഹാറിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഒരു ക്ലൈമാക്സ് ആയിരിക്കുന്നു. നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അദ്ദേഹം എൻഡിഎയുടെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറുമ്പോൾ ആരൊക്കെ ആയിരിക്കും ഉപമുഖ്യമന്ത്രി പദത്തിൽ വരിക, ഒന്നോ അതിലധികമോ ഉപമുഖ്യമന്ത്രിമാർ സംസ്ഥാനത്തിന് ഉണ്ടാക്കുമോ തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ പുരോഗമിക്കുന്നത്. എന്തായാലും 2 ഉപമുഖ്യമന്ത്രിമാർ ബീഹാറിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് BHPയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ തന്നെയായിരിക്കും. ഇതിൽ ആദ്യം പരിഗണിക്കുന്ന 2 പേരുകൾ ഇതിനോടകം തന്നെ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സുശീൽ കുമാർ മോദിയുടേതാണ്. രണ്ടാമതായി ഒരു വനിതാ നേതാവാണ്. രേണു ദേവി എന്ന വനിതാ നേതാവിനെയും ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2ാം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേന്ദ്ര ജൂനിയർ ആഭ്യന്തര മന്ത്രിയായ നിത്യാനന്ദ് റായിയുടെ പേരും പരിഗണിച്ചേക്കാമെന്നും ചില നേതാക്കൾ ടൈംസ് ഓഫ് ഇന്ത്യയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും അധികം ചർച്ചയാക്കപ്പെടുന്നത് രേണു ദേവിയുടെ പേര് തന്നെയാണ്. കാരണം ഒരു വനിത തന്നെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അത് BJP നൽകുന്ന മറ്റൊരു സന്ദേശം കൂടിയാണ്. നാരി ശക്തിയിലേക്ക് തന്നെയാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് എന്നതിന്റെ ഒരു തെളിവായി കൂടി നമുക്കിതിനെ കാണാൻ സാധിക്കും. ഈ രേണു ദേവി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ 2020 ബീഹാറിന്റെ നിയമസഭാ അംഗവും അതിനോടൊപ്പം ഉപമുഖ്യമന്ത്രി പദവും ഒക്കെ അലങ്കരിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. എന്തായാലും ഈ രേണു ദേവിയുടെ ജീവിതം അത് വളരെയധികം പ്രചോദനം നൽകുന്ന ഒന്നാണ്. 1973 കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഒരു ഇൻഷുറൻസ് ഇൻസ്പെക്ടറെയാണ് ഇവർ വിവാഹം കഴിച്ചത്. അതിനുശേഷം 7 വർഷത്തിനുള്ളിൽ തന്നെ ഭർത്താവ് മരണപ്പെടുന്നു. പിന്നീട് 2 കുട്ടികളുമായി അമ്മയുടെ ജന്മനാടായ ബെട്ടിയയിലേക്ക് അവർ മടങ്ങുന്നു. അതിനുശേഷമാണ് രാഷ്ട്രീയമാണ് തന്റെ കർമ്മഭൂമി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഈ രേണു ദേവി ചുവട് മാറ്റുന്നത്. നിലവിൽ 2 കുട്ടികളുള്ള ഒരു സിംഗിൾ പാരന്റ് അല്ലെങ്കിൽ വിധവയാണ് രേണു ദേവി എന്നുകൂടി പറയാം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മഹിളാ വിഭാഗമായ ദുർഗ വാഹിനിയുടെ സജീവ പ്രവർത്തക കൂടിയായിരുന്നു അവർ. അതിനോടൊപ്പം തന്നെ മഹിളാ മോർച്ച അടക്കമുള്ള സംഘടനകളിലുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു മികച്ച മുതിർന്ന നേതാവ് തന്നെയാണ്. എന്തായാലും ബീഹാറിൽ രേണു ദേവി ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണെങ്കിൽ BJP നൽകുന്ന ഒരു സന്ദേശം അത് കൂടുതൽ ശക്തിപ്പെടും എന്ന് തന്നെ ഉറപ്പിക്കാം. നമുക്കറിയാം മധ്യപ്രദേശിൽ ഉൾപ്പെടെ BJPയെ വീണ്ടും അധികാരത്തിലേക്കിയത്, BJPക്ക് ഭരണ തുടർച്ച നൽകിയത് അവിടെയുള്ള സ്ത്രീകൾ തന്നെയായിരുന്നു. സ്ത്രീപക്ഷ നിലപാടുകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്ന പദ്ധതികളും മറ്റും അവതരിപ്പിച്ചുകൊണ്ടാണ് ചൗഹാൻ അവിടെ BJPയുടെ ഒരു മുഖം മിനുക്കി നൽകിയത്. ഇതൊക്കെ അവർക്ക് സമ്മാനിച്ച നേട്ടം ചെറുതായിരുന്നില്ല. അതിനോടൊപ്പം തന്നെ ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിലും സ്ത്രീകൾക്ക് അനുകൂലമായ നിരവധി പ്രഖ്യാപനങ്ങൾ കേന്ദ്രം കാത്തുവച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഭരിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് നാരി ശക്തി എന്ന രാജ്യത്തിന്റെ കരുത്തുകൂടി ലോകത്തോട് വിളിച്ചു പറയുക എന്ന വലിയ ഒരു സന്ദേശം BJP നൽകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.